ചാപ്റ്ററിൽ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് റിവിഷൻ അല്ലേ നോക്കുന്നത് അല്ലേ? മുൻപ് പഠിച്ചു വെച്ച അത്രയും ഭാഗങ്ങൾ നമ്മളിപ്പോ ഒന്നുകൂടെ നോക്കുകയാണ്. ഇനി നമ്മൾ അതിനകത്ത് ഇന്നലെ കണ്ടതാണ് സിലിണ്ടർ ഷേപ്പ്, അല്ലെങ്കിൽ ഓരോ ഷേപ്പിന്റെ ഫേസസ്, എഡ്ജസ്, കോർണേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്ന് നമ്മൾ കാണുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഫിഗേഴ്സ്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഫിഗേഴ്സ്, ഇനി അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾക്ക് ഫുൾ സൈഡും കവർ ചെയ്തിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ വശങ്ങളും അടഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ക്ലോസ്ഡ് ഫിഗേഴ്സ്. ഇനി ഏതെങ്കിലും ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പൺ ഫിഗർ. എന്താ പറയുന്നത്? ഓപ്പൺ ഫിഗർ. നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വായിക്കാം. Ants group also makes a banner to pin the entrance of their classroom. Observe the banner. ഇവിടെ ഒരു ബാനർ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 6 ഹാപ്പി എർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് അവരൊരു ബാനർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ബാനറിൽ പല ഷേപ്പുകൾ ഉണ്ട്. മക്കൾ കാണുന്നുണ്ടോ? കുറെ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്, കുറെ ഓപ്പൺ ഫിഗേഴ്സ് ആണ്. The children have drawn different figures on the banner. These figures, അതിനകത്ത് കുറച്ച് ഫിഗേഴ്സ് മക്കൾ കൊടുത്തേക്കുന്ന കണ്ടോ? റൗണ്ട്, സ്ക്വയർ, പിന്നെ കുറെ എന്താ പറയുന്നത്, കുറെ സിമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്താണ്? Can be drawn by starting and ending at the same point without lifting the pencil. Such figures are called closed figures. അതായത് നമ്മൾ ഒരു പെൻസിലിൽ നമ്മളൊരു ലൈൻ വരയ്ക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഷേപ്പ് വരയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾ വരച്ച് തുടങ്ങുന്നത് എവിടെ നിന്നാണോ അതേ സ്ഥലത്ത് തന്നെ വന്ന് ഷേപ്പ് അവസാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ്ഡ് ഫിഗേഴ്സ്. മനസ്സിലായോ മക്കൾ? വേണമെങ്കിൽ ഒരു സ്ക്വയർ ഒന്ന് ബുക്കിൽ വരച്ചു നോക്കിയേ. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെയല്ലേ തിരിച്ചു വന്ന് അവസാനിക്കുന്നത്. സ്ക്വയർ ഒരു ബുക്കിൽ ഒന്ന് വരച്ചു നോക്കുക, ക്ലോസ്ഡ് ഫിഗർ ആണോ നമുക്ക് നോക്കാം. ഇപ്പൊ മിസ് ഇങ്ങനെ വരച്ചു. ഒരു സർക്കിൾ വരച്ചാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വന്ന് അവസാനിക്കും. ഒരു റെക്റ്റാങ്കിൾ വരച്ചാലും എങ്ങനെ വരും? ഇതേപോലെ തന്നെ വരും. ട്രയാങ്കിൾ ആണെങ്കിലും തുടങ്ങി അതിൽ തന്നെ അവസാനിക്കും. അതായത് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുവോ അതേ പോയിന്റിൽ തന്നെ വന്ന് അവസാനിക്കുന്ന ഫിഗേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ്ഡ് ഫിഗേഴ്സ്. വിതൗട്ട് ലിഫ്റ്റിംഗ് പെൻസിൽ, അതായത് പെൻസിൽ ഇങ്ങനെ നമ്മൾ പൊക്കി മാറ്റാതെ നമ്മൾ ആ തുടങ്ങിയോടത്ത് തന്നെ വന്ന് തിരിച്ച് അവസാനിക്കുന്നതിനെയാണ് ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. The closed figures and that are drawn in such a way that no two lines cross each other are called simple closed figures. ഇനി അതിൽ സിമ്പിൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ it is drawn in such a way that no two lines cross each other. അത് രണ്ട് ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്ത് വരയ്ക്കത്തില്ല എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ക്ലോസ്ഡ് ഫിഗേഴ്സ്. അപ്പൊ നമ്മളിപ്പോ ഈ വരച്ചിരിക്കുന്നതല്ല എന്താണ്? സിമ്പിൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. അതായത് അതിലെ രണ്ട് ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യാതെയാണ് വരച്ചിരിക്കുന്നത്. The end points of the figures and are not connected. ഇനി സപ്പോസ് നമ്മൾ വരയ്ക്കുന്ന ഫിഗർ ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഫിഗർ വന്നിരിക്കുന്നതെങ്കിൽ അടുത്തത് നമ്മൾ വരച്ചത് ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇത്രേ വരച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണൊക്കെ വന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഇതൊന്നും ക്ലോസ്ഡ് ഫിഗേഴ്സ് അല്ല. കാരണം എന്താ? ഇതൊക്കെ തുടങ്ങിയോടത്ത് തന്നെയാണോ അവസാനിച്ചിരിക്കുന്നത്? ആണോ? അല്ല. ഇതിന്റെ ഈ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എൻഡ് ചെയ്തത് ഇവിടെ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്തത് ഇവിടെ, ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു. ഇങ്ങനെ അവര് പല സ്ഥലത്തായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പൺ ഫിഗേഴ്സ്. ഇങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ ഓപ്പൺ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഓപ്പൺ ഫിഗേഴ്സ് ആണ്. ക്ലിയർ ആയോ? എന്താണ് ക്ലോസ്ഡ് ഫിഗർ, എന്താണ് ഓപ്പൺ ഫിഗർ എന്ന് മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനിയിപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ ദ ഷേപ്സ് മെയ്ഡ് വിത്ത് സ്ട്രെയിറ്റ് ലൈൻസ്, റൈറ്റ് യെസ് ഓർ നോ ഇൻ ദ ബോക്സസ് പ്രൊവൈഡ്. അതായത് ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഫിഗേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് കർവ്ഡ് ലൈൻസ്. നമുക്ക് ഈ ഓപ്പൺ ഫിഗേഴ്സും ക്ലോസ്ഡ് ഫിഗേഴ്സും സ്ട്രെയിറ്റ് ലൈൻസും അല്ലെങ്കിൽ കർവ്ഡ് ലൈൻസും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോ നമ്മൾ കണ്ടു അല്ലേ?
ചില നമ്മൾ മേഘത്തിന്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ടില്ലേ, അത് ശരിക്കും ക്ലോസ്ഡ് ഫിഗറും ആണ്, പക്ഷെ എന്തല്ല അത് സ്ട്രെയിറ്റ് ലൈൻസ് അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് താഴെ ഇപ്പൊ പേജ് നമ്പർ 7 കുറച്ച് ക്വസ്റ്റ്യൻ 4 ഷേപ്പ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് എന്നാണോ നോ എന്നാണോ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ, മേഘത്തിന്റെ ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ലൈൻ ആണോ റിത മറിയം? സ്ട്രെയിറ്റ് ലൈൻ ആണോ? അവിടെ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ റിത? റിത മറിയം? യെസ്. സ്ട്രെയിറ്റ് ലൈൻസ് ആണോ? നോ. നോ. ഫസ്റ്റ് ഫിഗറിൽ നോ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം? നോ എന്ന് എഴുതണം. സെക്കൻഡ് ഫിഗർ ഒരു ഹെക്സഗൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹെക്സഗണില് സ്ട്രെയിറ്റ് ലൈൻസ് ആണോ കർവ്ഡ് ലൈൻസ് ആണോ കൊടുത്തിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻസ്. സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതും? യെസ് എന്ന് എഴുതും. നെക്സ്റ്റ് വൺ ആദിലക്ഷ്മി. ഇനി ഒരു സർക്കിളിന്റെ ഒരു 3/4 പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണോ കർവ്ഡ് ലൈൻസ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത്? തേർഡ് ലൈൻസ്. കർവ്ഡ് ലൈൻസ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാനായിട്ട് ആ കട്ട് ചെയ്തൊരു പോർഷൻ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ എന്ത് ലൈൻസ് ഉപയോഗിച്ചിരിക്കുന്നത്? കർവ്ഡ് ലൈൻസ്. ഇനി ഒരു ട്രയാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ട്രയാങ്കിളിൽ എന്ത് ലൈൻസ് ഉപയോഗിച്ചിരിക്കുന്നത്? അമിന ലാമിയ, ട്രയാങ്കിളിൽ എന്ത് ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എന്ത് ടൈപ്പ് ഓഫ് ലൈൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ. അപ്പോ അവിടെ സ്ട്രെയിറ്റ് ലൈൻസ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 8 1.2 let us write 1.2 അതില് കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആൻഡ് ക്ലോസ് ദി ക്ലോസ്ഡ് വൺസ്. സിമ്പിൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണെങ്കിൽ അതിനെ ടിക്ക് ചെയ്യാം. സിമ്പിൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് മിസ് പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്നതിനെ, അല്ലാത്തതിനെ നമ്മളിങ്ങനെ ഇൻറ്റു മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ്, അതായത് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം ഉപയോഗിച്ച് വരച്ചിരിക്കുന്നതിനെ എന്തെന്ന് പറയാ, അതിനെ ടിക്ക് ചെയ്യാം. അല്ലാത്തതിനെ ക്രോസ് ദി ക്ലോസ്ഡ് വൺസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ലോസ്ഡ് വണ്ണിനെ ക്രോസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള ഫിഗറിന് നേരെ ടിക്ക് ചെയ്യുക, അല്ലാത്തതിന്റെ അവിടെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആട്ടോ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് റൈറ്റ് O for the open figures and C for the closed figures in the boxes provided. നമുക്ക് പേജ് നമ്പർ 9 കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 9 കുറച്ച് ഷേപ്സ് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇതില് ഓപ്പൺ ആയിട്ടുള്ള ഫിഗേഴ്സിന്റെ താഴെ O എന്ന് എഴുതുക, അല്ലാത്ത ഫിഗേഴ്സിന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സിന്റെ നേരെ C എന്ന് എഴുതുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ഫിഗേഴ്സും ക്ലോസ്ഡ് ഫിഗേഴ്സും ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾക്കറിയാം എല്ലാ സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് എഴുതും? ക്ലോസ്ഡ് ഫിഗർ എന്ന് എഴുതും. ഇനി ഏതെങ്കിലും ഒരു വശം തുറന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനെ എന്തെഴുതും? ഓപ്പൺ ഫിഗർ എന്ന് എഴുതും. അത് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Next question, count the closed and open figures in the picture. Write the numbers given in the boxes. Okay, in the given boxes. അതായത് ഇവിടെ നമുക്കൊരു വീടിന്റെ ഷേപ്പ് തന്നിട്ടുണ്ട്, ഒരു ചെറിയ വീട്. ആ വീടിന്റെ ഷേപ്പിൽ എത്ര ഓപ്പൺ ഫിഗേഴ്സ് ഉണ്ട്, എത്ര ക്ലോസ്ഡ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? എത്ര ഓപ്പൺ ഫിഗേഴ്സ് ഉണ്ട്, എത്ര ക്ലോസ്ഡ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എളുപ്പമാണ്, നമ്മൾ 1ാം ക്ലാസ് മുതൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതാൻ തുടങ്ങിയത് എത്ര ഷേപ്പ് ഉണ്ടെന്നൊക്കെ ഉള്ളത്. അതേപോലെ നോക്കി എഴുതുക. Next question, write true or false for each of these statements. One is done for you. ഇനി ട്രൂ ഓർ ഫോൾസ് പറയാനായിട്ട് നമുക്കതിപ്പോ ക്ലാസ്സിൽ പറയാം. A circle is a closed figure. അത് ട്രൂ ആണ്, നമുക്കറിയാം. Next question, a square is an open figure. Now she appears, is it true or false? A square is an open figure. Is it true or false?
False. Yes. False. ഇനി അപ്പൊ അവിടെ എല്ലാവരും false എന്ന് എഴുതിക്കോളൂ. അവിടെ എല്ലാവരും false എന്ന് എഴുതൂ. എഴുതിയോ എല്ലാവരും? Next question. Closed figures are made of only curved lines. Closed figures are made of only curved lines. Is it true or false, Krishnadev? Is it true or false? പറഞ്ഞാ മതി, മിസ് കേൾക്കുന്നില്ല, പറയൂ. Yes, please. Closed made only curved lines. പറയൂ. കൃഷ്ണദേവ് Yes, please. പറയൂ മോനെ, അത് ട്രൂ ആണോ ഫോൾസ് ആണോ? Question number C. Closed figures are made False. only curved lines. Yes, it is false. നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. അതിനകത്ത് എന്തുകൂടെ ഉണ്ട്? സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടും ക്ലോസ്ഡ് ഫിഗേഴ്സ് ഉണ്ടാക്കും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഡിയിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ. അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണോ? ശ്രാവൺ, അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണോ മോനെ? No. നോ. അപ്പൊ അത് അവിടെ എന്താണെന്ന് എഴുതണം? ഫോൾസ് എന്ന് എഴുതണം. ക്വസ്റ്റ്യൻ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈസ് എ ക്ലോസ്ഡ് ഫിഗർ എന്നാണ് തന്നിരിക്കുന്നത്. ആണോ അദ്വൈത്? ഈസ് എ ക്ലോസ്ഡ് ഫിഗർ ഓർ നോട്ട്? No, miss. True. ക്ലോസ്ഡ് ഫിഗർ ആണോ അല്ലയോ? Yes. യെസ്, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ. അപ്പൊ അതെന്താണെന്ന് എഴുതണം? ട്രൂ ആണെന്ന് എഴുതണം. അടുത്തത്, ഓപ്പൺ ഫിഗേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഓൺലി സ്ട്രെയിറ്റ് ലൈൻസ്. അഹമ്മദ് ഫൈസ് പറയൂ മോനെ. ഓപ്പൺ ഫിഗേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഓൺലി സ്ട്രെയിറ്റ് ലൈൻസ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? False. 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 Yes, it is false. കാരണം എന്താ? സ്ട്രെയിറ്റ് ലൈൻസ് അല്ലാതെ നമുക്ക് ഓപ്പൺ ഫിഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഓപ്പൺ ഫിഗർ വിത്ത്. നമ്മളോട് നമുക്ക് 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ക്ലോസ്ഡ് ഫിഗേഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ മിസ് സ്ക്രീനിൽ വരയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 3 sides that are straight line. 3 sides that are straight line. അതായത് ഓപ്പൺ ഫിഗർ ആയിരിക്കണം, 3 സൈഡ് ഉണ്ടായിരിക്കണം. എന്താ അതിന്റെ പ്രത്യേകത? അത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ വരയ്ക്കുന്നത്. 3 സൈഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കണം. ഇതാ ഇപ്പൊ മിസ് ഒരു സൈഡ് വരച്ചു. ഇനി നെക്സ്റ്റ് ലൈൻ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. മിസ് ഇപ്പൊ വെറുതെ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ തോന്നുന്നത് അങ്ങനെ വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, മിസ് ഇപ്പൊ 3 സ്ട്രെയിറ്റ് ലൈൻസ് ഇവിടെ ഉപയോഗിച്ചു. എന്താ ഇവരുടെ പ്രത്യേകത? ഇത് ഓപ്പൺ ഫിഗർ ആണ് അല്ലേ? ഇത് ക്ലോസ്ഡ് ഫിഗർ അല്ല. 3 സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് മിസ് വരയ്ക്കുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 sides that are curved lines. ഇനി 5 സൈഡുള്ള ഫിഗർ വരയ്ക്കണം. എന്താണ് അത്? curved lines ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. curved lines. ഓക്കെ, ഇത് വരച്ചോ എല്ലാവരും? അദ്വൈത് വരച്ചോ? അതെന്താ വരയ്ക്കാത്തെ? എന്തോ? വരക്കണുള്ളൂ. വേഗം വരയ്ക്ക്. ഇനി എന്താ നെക്സ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്നത്? 5 സൈഡ് ആണ്, അത് കേർവ്ഡ് ലൈൻസ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോ ഇത്
Okay. 1, 2, 3, 4, 5. ഇതിപ്പോ ഞാൻ വെറുതെ എനിക്ക് തോന്നിയതുപോലെ വരച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. 5 സൈഡ് ഉണ്ട്. സോറി, 5 സൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്. 5 സൈഡ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനിങ്ങനെ വരച്ചാൽ മതി നമുക്ക്. Three, 4, 5. 1, 2, 3, 4, 5. 5 സൈഡുള്ള ഫിഗർ വെച്ച് വരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. 5 സൈഡ് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. വരച്ചോ? കേർവ്ഡ് ലൈൻസ് ആയിട്ട് വരുന്ന 5 ഫിഗർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരയ്ക്കാനുള്ള എന്താ? 7 സൈഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് സ്ട്രെയിറ്റ് ആസ് വെൽ ആസ് കേർവ്ഡ് ലൈൻസ്. ഇനി 7 സൈഡിന്റെ ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. അതിൽ സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടായിരിക്കണം, കേർവ്ഡ് ലൈൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ 7 ലൈൻസ്, 7 സൈഡ്സ് വരണം. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7. 3, 4, 5, 6, 7. ഇത് മിസ്സിന് തോന്നിയ പോലെ വരച്ചു എന്നുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻസും കേർവ്ഡ് ലൈൻസും അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. Next question. 6 sides that include 4 straight and 2 curved lines. അതിന് മക്കൾ സ്വന്തമായിട്ട് വരച്ചോളൂ. എന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? 6 സൈഡ് ഉണ്ടായിരിക്കണം. അതിൽ 4 സൈഡ് സ്ട്രെയിറ്റും ആയിരിക്കണം, 2 സൈഡ് കേർവ്ഡും ആയിരിക്കണം. അതൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ്. തുടക്കത്തിലും അവസാനത്തിലും മാത്രം 2 സ്ട്രെയിറ്റ് കേർവ്ഡ് ലൈൻസ് കൊടുക്കുക. ഇനി അതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇന്ന് വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് അതിൽ തന്നിരിക്കുന്ന ബാക്കി എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് തന്നിരിക്കുന്നത്. Draw shapes using both straight and curved lines in the dot grid below. One is done for you. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ട്രെയിറ്റ് ലൈൻസും അല്ലെങ്കിൽ കേർവ്ഡ് ലൈൻസും ഉപയോഗിച്ചിട്ട് ഷേപ്പുകൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പുകൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എളുപ്പമാട്ടോ. നിങ്ങൾക്ക് വെറുതെ പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ വെറുതെ ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ എളുപ്പമല്ലേ? സ്ട്രെയിറ്റ് ലൈൻസും കേർവ്ഡ് ലൈൻസും വരച്ചോണ്ടിരിക്കാനല്ലേ ഈ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇതാണ് പേപ്പർ ഫോൾഡിംഗ്. The children and teachers plan a small exhibition for Earth Day. The money raised through it will be used to plant trees in school. With the help of their teachers, the children make items like paper bags, cloth bags, baskets, and photo frames using empty boxes, newspapers, and pieces of cloth, and follow some simple steps to make envelopes. Let us make one too. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പേപ്പർ വെച്ച് കവർ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ബുക്കിൽ നോക്കിയിട്ട് സ്റ്റെപ്സ് നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു റെക്ടാങ്കുലർ ഷീറ്റ് എടുക്കുക, എങ്ങനെയാണ് അത് ഫോൾഡ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്യോ? അത് എളുപ്പമാണ്. വെറുതെ ഒരു ആക്ടിവിറ്റി പോലെ കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എൻവലപ്പ്? എന്താണ് എൻവലപ്പിന്റെ ഷേപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെയ്യണം. ഓക്കെ, ടിക്ക് ചെയ്യണം. എന്താണ് എൻവലപ്പിന്റെ ഷേപ്പ് എന്നുള്ളത് നിങ്ങൾ ആ എൻവലപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യാം.
അതേപോലെ അതിന്റെ നമ്പർ ഓഫ് എഡ്ജസും വെർട്ടീസസ് ഒക്കെ കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്സ് തന്നിരിക്കുന്നത് ഇതാണ്. ലെറ്റസ് ട്രൈ 1.3 നമ്മളോട് ഒരു കോള ബൈ ഫോളോയിങ് നമ്മളോട് ഇതേപോലെ ഒരു ഫേസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഒരു ഒരു ഫേസ് ഉണ്ടാക്കാനാട്ടോ തന്നിരിക്കുന്നത്. അതായത് ഒരു ആനിമൽ, എന്താണെന്ന് മിസ്സിന് അറിയത്തില്ല, ഒരു ആനിമൽ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോ. അതായത് നമ്മൾ പേപ്പറുകളൊക്കെ മടക്കി ഓരോ ടൈപ്പ് ഷേപ്സ് ഉണ്ടാക്കി എടുക്കുന്ന മെത്തേഡാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഇതാ സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 7 വരെ കൊടുത്തിട്ടുണ്ട്. Now your call is ready. Now count and write the number of vertices edges of this figure. നമ്മൾ ഇങ്ങനെ പേപ്പർ മടക്കി ഈ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിന് എത്ര എഡ്ജസ് ഉണ്ട്, എത്ര വെർട്ടീസസ് ഉണ്ടെന്നൊക്കെ, അല്ലെങ്കിൽ എത്ര എഡ്ജസ് എത്ര വെർട്ടീസസ് ഒക്കെ ഉണ്ടെന്ന് എണ്ണീട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Second question, follow the given steps and make your own paper wheel. ഇനി നിങ്ങളോട് നെക്സ്റ്റ് പേപ്പർ വീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പേപ്പർ വീൽ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോലെയാണ്. ഡിഫറെന്റ് ഷേപ്സ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ എത്ര വെർട്ടീസസ് ഉണ്ട്, അതിന് എത്ര എഡ്ജസ് ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റ് മക്കൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഷേപ്സ് ഉണ്ടാക്കി അതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്കൂളിൽ വന്നിരുന്ന് ഉണ്ടാക്കി അങ്ങനെയൊക്കെ നോക്കായിരുന്നു. പക്ഷെ ഇപ്പൊ മക്കൾ ഇത് വീട്ടിൽ വെച്ച് മാക്സിമം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ എന്തായിരുന്നു പഠിച്ച ഒരു എൻവലപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. രണ്ടാമത്തത് ഒരു കോള എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമലിന്റെ ഫേസ്, അതാണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഒരു പേപ്പർ വീലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ടേക്ക് എ സ്ക്വയർ ഷേപ്ഡ് പേപ്പർ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഫോൾഡ് ദ പേപ്പർ ഇൻ സച്ച് എ വേ ദാറ്റ് ഫോൾഡഡ് പേപ്പർ ഹാസ് 3 corners. യു ക്യാൻ ഫോൾഡ് ദ പേപ്പർ ഓൺലി വൺസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഇനി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പർ എടുക്കുക, റെക്ടാങ്കിൾ അല്ല സ്ക്വയർ ഷേപ്പ്, എന്നിട്ട് അതിന് 3 കോർണേഴ്സ് വരുന്ന രീതിയിൽ മടക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ ടു fold in such a way that it has 3 corners. അതിന് 3 കോർണേഴ്സ് വരുന്ന രീതിയിൽ ആ പേപ്പർ മടക്കാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ആ പേപ്പർ ഒരിക്കൽ മാത്രമേ മടക്കാവൂ, ഒരു തവണ മാത്രമേ അതിൽ മടക്കൽ ഇടാവുള്ളൂ എന്ന്. ക്ലിയർ ആയോ? അപ്പൊ ഈ 3 ആക്ടിവിറ്റീസ് മക്കളൊന്ന് ശ്രമിച്ചു നോക്കുക. റഫ് ആക്ടിവിറ്റീസ് ആയിട്ടോ ഒന്ന്, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ചിലവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതെന്താണെന്നൊക്കെ മിസ് ഒന്നുകൂടി പിന്നത്തെ ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ അടുത്ത് നോക്കുന്നതാണ് ടാൻഗ്രാം. ടാൻഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ടാൻഗ്രാംസ്. അപ്പൊ അതെന്താണെന്ന് മിസ് ഇപ്പൊ വായിക്കാം. Ayan and his friends want to make decorative items using tiles. Each one of them bring a square tile from their home. Ayan's tile accidentally falls and breaks into pieces. അവിടെ അവരുടെ ക്ലാസ് റൂമിൽ എർത്ത് ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ എക്സിബിഷൻ ഡേ അല്ലേ വരുന്നത്. അപ്പൊ അതിന് ക്ലാസ് റൂം ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് ടൈൽ, അതായത് ഒരു പൊട്ടിപ്പോകുന്ന ഒരു കഷ്ണത്തിനെയാണ് ഇവരോട് ഉദ്ദേശിക്കുന്നത്, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാന്റെ കയ്യിൽ നിന്ന് അയാന്റെ പീസ് താഴെ വീണ് പൊട്ടിപ്പോയി. The tile breaks into 7 parts of different shapes. ആ പൊട്ടിപ്പോയത് 7 കഷ്ണമായിട്ടാണ് പൊട്ടിപ്പോയത്. പല ഷേപ്പിലുള്ള 7 കഷ്ണമായിട്ട് പൊട്ടിപ്പോയി. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 large triangles, 1 medium sized triangle, 2 small triangles, 1 4-sided closed figure. This figure is different from a square and it is called parallelogram. അതായത് ആദ്യം 2 വലിയ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, 2 ചെറിയ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, ഒരു മീഡിയം സൈസ് ട്രയാങ്കിൾ ഷേപ്പിലുണ്ട്. പക്ഷെ ഇതൊന്നും കൂടാതെ വേറെ ഒരു 4-sided ഫിഗർ ഇവിടെ വന്നിട്ടുണ്ട്. പൊട്ടിപ്പോയപ്പോ അതിന് വേറൊരു 4-sided ഫിഗർ കൂടെ കിട്ടി. അതാണ് പാരലലോഗ്രാം. അതായത് ഒരിക്കലും അത് സ്ക്വയർ അല്ല, പക്ഷെ അത് സ്ക്വയറിന്റെ പോലെയാണ് ഇരിക്കുന്നത്. മിസ് അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും പാരലലോഗ്രാം ഇരിക്കുന്നത്. സ്ക്വയറും അല്ല റെക്ടാങ്കിളും അല്ല. അതിന് കുറച്ചുകൂടി ഒരു എന്താ പറയുന്നത്, ഒരു ഇച്ചിരി കൂടി വ്യത്യാസമുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. സ്ക്വയറും അല്ല റെക്ടാങ്കിളും അല്ലാതെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചെറിയ കുറച്ച് നീളത്തിൽ വരുന്ന പോലത്തെ ഒരു ഷേപ്പാണ് എന്തെന്ന് പറയുന്നത്,
parallelogram. These are 6 of the 7 shapes. What is the shape of the 7th piece? എന്നാ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നോക്കി എഴുതാനായിട്ടാട്ടോ പറഞ്ഞിരിക്കുന്നത്. In this module, you will learn about tangrams and how to make shapes using a tangram. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടാൻഗ്രാമിന്റെ ജസ്റ്റ് ഒരു ഇത് കൊടുത്തത് കണ്ടതേ ഉള്ളൂ. Ayan picks up all 7 pieces and paints them in different colors. He makes different figures using these pieces. അവൻ എന്ത് ചെയ്തു, ആ പൊട്ടിപ്പോയത് വെച്ചിട്ട് പല പീസസ് അല്ലെങ്കിൽ പല ഷേപ്പുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. Finally, he makes a square tile using the broken pieces. ഈ പൊട്ടിപ്പോയ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഒരു സ്ക്വയർ ടൈൽ വരെ ഉണ്ടാക്കി. These 7 pieces set is a popular puzzle known as tangrams. The shape of tangrams are called tans. അതായത് ഇങ്ങനെ ഈ പൊട്ടിപ്പോയപ്പോ ഇവിടെ ചെയ്ത 7 പീസിന്റെ ഈ സെറ്റില്ലേ, പല ഷേപ്പിലുള്ള ഷേപ്പ് കിട്ടിയ ഈ 7 പീസിനെ ചേർത്ത് വെച്ച് പസിൽ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പസിൽ കളിക്കുന്നതിനെയാണ് ടാൻഗ്രാം എന്ന് പറയുന്നത്. അതിന് ഫോം ചെയ്യുന്ന ഷേപ്പുകളെയാണ് ടാൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടാൻഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പൊ ഈ പൊട്ടിപ്പോയി ചേർത്ത് വെക്കുന്ന 7 കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് പസിൽ ഉണ്ടാക്കുന്നതിനെയാണ് ടാൻഗ്രാം എന്ന് പറയുന്നത്. ആ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതിനെയാണ് ടാൻസ് എന്ന് പറയുന്നത്. The children create some tangram puzzles. എന്നിട്ട് അവരുണ്ടാക്കിയതൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Look at the 2 figures. The second figure has a foot, but the first figure does not. Are these puzzle pieces parts of the same tangram square? ഇത് ഒരു മക്കൾ ചെയ്ത് നോക്കണം. കാരണം മിസ് പറയാം, ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ എ ടാൻഗ്രാം സെറ്റ്? നമ്മളിപ്പോ കണ്ടു ഒരു ടാൻഗ്രാം സെറ്റിൽ ഉണ്ടാവുന്ന പീസസ് എന്തൊക്കെയാണെന്നൊക്കെ ആദ്യമേ കണ്ടു. എന്തൊക്കെയാണ്? 2 large triangles, 1 medium sized triangle, 2 small triangles, 1 parallelogram. ഇനി ലാസ്റ്റ് ഒരു ഷേപ്പ് കൂടെ വരുന്നുണ്ട്, ഒരു സ്ക്വയർ ആണ് വരുന്നത്, 1 സ്ക്വയർ. അപ്പൊ ടാൻഗ്രാമിൽ ഉണ്ടാവുന്ന ഷേപ്പുകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. 2 ലാർജ് ട്രയാങ്കിൾ, 2 സ്മോൾ ട്രയാങ്കിൾ, ഒരു മീഡിയം സൈസ് ട്രയാങ്കിൾ, ഒരു പാരലലോഗ്രാം, ഒരു സ്ക്വയർ. അപ്പൊ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ എ ടാൻഗ്രാം സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണമാണുള്ളത്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ എ ടാൻഗ്രാം സെറ്റ്? 5 നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 ലാർജ്, 2 സ്മോള്, 1 മീഡിയം സൈസ്. ഇനി റോഹൻ numbers all the pieces of a tangram set. Tangram, he creates some shapes using the pieces. Number the pieces as shown in the tangram set. 1 is done for you. ഓക്കെ, ഇവിടെ ഈ മോഹൻ എന്ന് പറഞ്ഞൊരു കുട്ടി, റോഹൻ എന്ന് പറയുന്ന കുട്ടി നമ്പർ ചെയ്തിട്ടുണ്ട് ടാൻഗ്രാമുകളെ. അപ്പൊ നമ്മളോട് അതേപോലെ ടാൻഗ്രാമിലെ നമ്പേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 7 വരെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ മക്കള് അതിനനുസരിച്ച് അതൊന്ന് എന്ത് ചെയ്യാം, നമ്പർ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന എ ക്വസ്റ്റ്യൻ ആണ് നമുക്കൊരു സാമ്പിൾ നൽകിയിരിക്കുന്നത്. BCD നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫൈൻഡ് ദ മിസ്സിംഗ് പീസ് ഓഫ് ടാൻഗ്രാം ആൻഡ് കംപ്ലീറ്റ് ദി ഷേപ്സ്, ഓൾസോ നെയിം ദി ഷേപ്പ് ഫോംഡ്. ഇനി അടുത്ത 2 ക്വസ്റ്റ്യനിൽ നമുക്കറിയാം 7 പാർട്സ് ആണ് വേണ്ടത് ടാൻഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആ ടാൻഗ്രാമിന്റെ 7 പാർട്സും ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യനിൽ ഏതൊക്കെയോ പാർട്സ് മിസ്സിംഗ് ആണ്. അപ്പൊ അത് ഏത് പാർട്സ് ആണെന്ന് നോക്കിയിട്ട് നമ്മളോട് വരച്ചിട്ട് അതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Next, make tangram piece from a colored sheet of paper and try to make the given shapes from these pieces. Paste shapes in your notebook. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഒരു കളേർഡ് പേപ്പറിൽ ടാൻഗ്രാമിന്റെ പീസുകൾ വെട്ടിയെടുക്കുക, എന്നിട്ട് make the given from these pieces. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പ് വരുന്ന പോലെ നമ്മളുടെ നോട്ട്ബുക്കിൽ ഒട്ടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടാൻഗ്രാം എന്ന് പറയുന്നതിന്റെ ഒരു ഐഡിയ എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? 7 പീസുകൾ ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ പീസുകളാണ് ഉൾപ്പെടുന്നതെന്നെങ്കിലും മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ആയോ?
അപ്പോ അതാണ് ടാൻഗ്രാം എന്നുള്ള ഒരു ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒന്ന് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഈ 1.4 ഒക്കെ നന്നായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആ ഷേപ്പുകളും അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ കൃത്യമാണോ എന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോ അത് നോക്കിയിട്ട് സംശയമുള്ളവർ എല്ലാവരും മാക്സിമം ഇത് ഉണ്ടാക്കുക. ആ ഫിഗേഴ്സ് മിസ് പറഞ്ഞ പേപ്പർ ഫോൾഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് സംശയമുള്ളവർ എന്താ ചെയ്യേണ്ടത്? സംശയമുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിനോട് ചോദിക്കണം. കേൾക്കുന്നുണ്ടോ? ഇത് എളുപ്പമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളുടെ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി അതിന്റെ വർക്ക്ഷീറ്റ് നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് ആക്ടിവിറ്റീസ് എല്ലാം മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിനോട് ചോദിക്കണം. ഓക്കെ.